ഒരു നാട്ടില് കടുത്ത കുടിവെള്ളക്ഷാമം, മഴയില്ല, എല്ലാ സ്ഥലത്തും വരണ്ട ഒരവസ്ഥ. അങ്ങനെ ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരായി നിന്നുകൊണ്ട് അവർ ചിന്തിച്ചു എന്താണ് ചെയ്യുക. അവർ പ്രവാചകന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് പറയുകയാണ്, പ്രവാചകരെ ഞങ്ങൾക്ക് മഴ വേണം, തീരെ വെള്ളമില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എല്ലാവരെയും കൂട്ടി ഒരു ഏതാണ്ട് 70,000-ഓളം വരുന്ന ആ സമൂഹത്തിനെ കൂട്ടി ഒരു മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്റെ പ്രാർത്ഥനയായതുകൊണ്ട് ദൈവം ഒരിക്കലും തട്ടിക്കളയില്ലല്ലോ. അങ്ങനെ എത്ര പ്രാർത്ഥിച്ചിട്ടും മഴ വരുന്നില്ല. അപ്പൊ പ്രവാചകൻ ദൈവത്തിനോട് ചോദിച്ചു, അല്ല പടച്ച തമ്പുരാനെ, ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ട് നിന്റെ അടുത്ത് എനിക്ക് ഇത്രയും സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നീ മഴ വർഷിപ്പിക്കാത്തത്? അപ്പോ തമ്പുരാൻ തിരിച്ചൊരു വർത്താനം പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഒരു 40 വർഷത്തോളമായിട്ട് പാവം മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഈ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ മഴ വർഷിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെങ്ങനെ ഞാൻ ഈ സമൂഹത്തിനോട് പറയുമെന്ന് പ്രവാചകൻ ചിന്തിച്ചു. എന്നാലും ദൈവത്തിന്റെ കൽപ്പന ആയതുകൊണ്ട് പറയാതിരിക്കാനും കഴിയില്ല. അങ്ങനെ സമൂഹത്തിനോട് എല്ലാവരോടും കൂടിയായിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ 40 വർഷമായിട്ട് പാപങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഇവിടുന്ന് എണീറ്റ് പോവാണ്ട് മഴ തരില്ല എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഈ വ്യക്തിക്ക് തന്നെ തന്നെയാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ഒന്ന് ചുറ്റിലും നോക്കി, എല്ലാവരും നിശബ്ദരായി നിൽക്കുമ്പോൾ ഒന്ന് ചുറ്റിലും അദ്ദേഹം ഇങ്ങനെ ഒന്ന് നോക്കി, ആരും എഴുന്നേറ്റ് പോകുന്നത് കാണില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായി, ഇത് ഞാൻ തന്നെയാണ്, എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പ്രവാചകന് ഉൾവിളി ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം കരയാൻ തുടങ്ങി. മറ്റാരും കാണാതെ തന്റെ കുപ്പായം കൊണ്ട് കണ്ണുകൾ ഇങ്ങനെ തുടച്ചിട്ട് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ച തമ്പുരാനെ, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ടും ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എനിക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ ഇത്രയും ആളുകൾ എന്നെ പുച്ഛത്തോടു കൂടി നോക്കിക്കാണും. അതല്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ ഇത്രയും ജനങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടുന്നതിനെ തടയുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറും. അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ്, എനിക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല, എന്താണ് ചെയ്യുക? ഞാൻ നിന്നിലേക്ക് തിരിച്ച് വരികയാണ്. ഞാൻ എല്ലാം മറന്നുകൊണ്ട് ഞാനൊരു പുതിയ മനുഷ്യനാവാൻ തീരുമാനിക്കുകയാണ്. നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് എനിക്കത് നീ മറ്റുള്ള പാപങ്ങളൊക്കെ പുറത്തുകൊണ്ട് എന്നെ നീ സ്വീകരിക്കണേ എന്ന് പറയേണ്ട താമസം ആ കാർമേഘമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. അപ്പൊ പ്രവാചകന് വല്ലാത്തൊരു സംശയം, ഇവിടെ നിന്ന് ആരും എഴുന്നേറ്റ് പോയിട്ടില്ലല്ലോ റബ്ബേ, പിന്നെ എങ്ങനെയാണ് നീ ഈ ഒരു മഴ പെയ്യിപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോ ദൈവം പറയാണ്, നേരത്തെ മഴ തടയാൻ കാരണക്കാരനായിട്ടുള്ള ആ വ്യക്തി തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് മഴ തരാനും കാരണമായത്. അദ്ദേഹം എന്നിലേക്ക് തിരിച്ചു മടങ്ങി വന്നു, എന്നിട്ട് എന്നോട് പ്രാർത്ഥിച്ചു, ഞാനത് സ്വീകരിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മഴ വർഷിപ്പിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, എന്നാൽ ആ വ്യക്തി എന്ന് എനിക്ക് അറിയിച്ചു തരുമോ, കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പഠിച്ചവൻ പറഞ്ഞെന്തറിയോ, ഞാൻ എൻ്റെ അടിമകളോട്, എൻ്റെ ജനസമൂഹത്തിനോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ അന്യന്റെ ന്യൂനതകളെ മറച്ചു വെക്കണം എന്ന് പറയുന്ന ഞാൻ കഴിഞ്ഞ 40 വർഷമായി ആ വ്യക്തിയെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഇന്ന് അദ്ദേഹം എന്നിലേക്ക് മടങ്ങി വന്നിട്ട് ഒരിക്കലും ഞാനത് അവന്റെ ആ ഒരു ന്യൂനതയെ ഞാൻ വെളിവാക്കില്ല, ആ വ്യക്തിയെ ഞാൻ അറിയിച്ചു തരില്ല എന്ന് പടച്ച തമ്പുരാന് പ്രവാചകനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ നടക്കുന്ന എന്താണ്? മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കയറിയിട്ട് മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുക, സമൂഹത്തിന്റെ മുന്നിൽ വില കുറച്ച് കാണിക്കുക, മറ്റുള്ളവരെ കളിയാക്കുക, പുച്ഛം പറയുക, പല രീതിയിൽ എങ്ങനെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കാതെ അത് വെളിവാക്കുന്നത് ഒരിക്കലും ഒരു നല്ല മനുഷ്യന് യോജിച്ചതല്ല, അത് ഒരിക്കലും ദൈവികമല്ല. നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ ന്യൂനതകളെ നമ്മൾ മറച്ചു വെക്കുകയും ചെയ്യണം. കാരണം ഈ ലോകത്ത് കോടാനുകോടി സൃഷ്ടികളിൽ മനുഷ്യനെ ദൈവം ആദരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ ആദരിച്ചത് ദൈവമാണ്. പിന്നെ നമുക്കെന്തേ പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനൊക്കെ ഒരു മടി?